കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളുമായി പോലീസ്. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നടി ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും. GCDA നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃദംഗവിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ സെക്കൻഡ് കേസ് എടുത്തിട്ടുണ്ട്. ഒരു 406, 420 സെക്ഷൻസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വെച്ചിട്ട് മറ്റ് നമ്മൾക്ക് ഇപ്പോൾ PWD ഓഫീസേഴ്സിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയത് സ്റ്റേജ് അത്ര സയൻറ്റിഫിക് ആയിട്ടുള്ള പദ്ധതിയിൽ അല്ല നിർമ്മിച്ചത് എന്ന വിഷയങ്ങളാണ്. ബാക്കി അന്വേഷണം നമ്മൾ തുടരുന്നുണ്ട്. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണോ അല്ലോ എന്നത് പറയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാൻ ആവശ്യമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷനും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവരുടെ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിപ്പിച്ച് സംസാരിക്കും. നൃത്തപരിപാടിക്കിടെ MLA ഉമാ തോമസിന് അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ചികിത്സയിൽ കഴിയുന്ന MLAയുടെ ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തൽക്കാലം ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരും. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായി ഉമാ തോമസിന്റെ മകൻ പറഞ്ഞു. പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോളായി തന്നെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 1 or 2 days, നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും. വെന്റിലേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ CPAP, പിന്നെ അങ്ങനെ കുറച്ചൊരു എക്സ്റ്റെൻഡഡ് പ്രോസസ്സാണ് അത്. അതിനകത്തോട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. വന്നതി വെച്ച് അമ്മേൻ്റെ അവസ്ഥ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. അഞ്ജലി ശ്രീജിത രാജ് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജലി, ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള വാർത്തയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉമാ തോമസ് വീണ് പരിക്കേറ്റ ആ സ്റ്റേജ് അടക്കം തട്ടിക്കൂട്ടായിരുന്നോ, സാമ്പത്തിക ഇടപാടുകളിൽ തട്ടിപ്പുണ്ടായിരുന്നോ എന്നതടക്കം പരിശോധിക്കുകയാണോ ഇപ്പോൾ പോലീസ്? തീർച്ചയായും സുജയ, ആദ്യം തന്നെ ആശ്വാസകരമായ വാർത്തയാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടെന്നത്. 70% സ്വയം ശ്വാസമെടുക്കുന്നു. അടുത്ത 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഡോക്ടർമാരുള്ളത്. അതേസമയം ഈ കലൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ ഈ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസിന് അപകടമുണ്ടായ സംഭവത്തിൽ ഈ മൃദംഗവിഷൻ എന്ന സംഘാടകരുടെ MD ആയിട്ടുള്ള നികോഷ് കുമാർ ഇന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:15 സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ACP രാജ്കുമാർ അല്പം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. ഇതിന് ഭാഗമായി ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പും ആ കേസും ഇതിനോടൊപ്പം പരിഹരിക്കുന്നുണ്ട്. അതായത് 2 കേസുകളാണ് ഈ നികോഷ് കുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒന്നാമത് ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തത് അതായത് വിശ്വാസവഞ്ചന കാട്ടി സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസാണ് മറ്റൊന്ന് ചുമത്തിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഹൈക്കോടതി തന്നെയാണ് ഇന്ന് 2 മണിക്കുള്ളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, ഇല്ലെങ്കിൽ അറസ്റ്റ് എന്ന ഒരു ധാരണ അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 2:15 എത്തി. എന്നാൽ ഈ ഓസ്കാർ ഇവൻസിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ജനീഷ്, ഈ 3-ാം പ്രതിയായിരുന്നു, അയാൾ ഇപ്പോഴും പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. പകരം അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അടുത്ത ദിവസം ഹാജരാകുമെന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് സുജയ. ശരി, അഞ്ജലി ശ്രീജിത രാജാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.